മൂവാറ്റുപുഴയിൽ അരുണാചൽ പ്രദേശ് സ്വദേശിയായ ഒരാൾ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായിരുന്നല്ലോ. ആൾക്കൂട്ടം കെട്ടിയിട്ട് തല്ലിക്കുന്ന കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് അന്വേഷണം നടക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അശോക് ദാസിനെ കെട്ടിയിട്ടത് ഉൾപ്പെടെ പ്രതികൾ ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ ഫോണിൽ നിന്ന് വീണ്ടെടുക്കാൻ പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ട്. ആക്രമണത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പെൺകുട്ടികളിൽ നിന്നും വിവരം തേടും. അതേസമയം കൊല്ലപ്പെട്ട അശോക് ദാസിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ സഹോദരൻ അരുണാചലിൽ നിന്ന് ഇന്നെത്തും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ബിനിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ബിനിൽ, അരുണാചൽ സ്വദേശിയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ കുറച്ചുപേരെ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പൊക്കെ നടന്നിരുന്നല്ലോ. അപ്പൊ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ? ഈ അന്വേഷണത്തിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും? ഗുഡ് മോർണിംഗ് മോത്തി. അശോക് ദാസിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി അരുണാചൽ പ്രദേശിൽ നിന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്നെത്തും. മൃതദേഹം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൽ ഇനി കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് കണ്ടെത്തുക എന്നതാണ്. ഒരു ആൾക്കൂട്ട ആക്രമണം തന്നെയാണ് അവിടെ നടന്നത്. രണ്ട് സുഹൃത്തിനെ കാണാനായി വീട്ടിലെത്തിയ അശോക് ദാസിനെ തിരിച്ചു വരും വഴിയാണ് ഈ ജനങ്ങൾ, നാട്ടുകാർ തടഞ്ഞു വെച്ച് ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ കേസ്. അതിലിപ്പോൾ 10 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ 10 പേർ കൂടാതെ കൂടുതൽ പ്രതികൾ ഈ കേസിലുണ്ട് എന്നതാണ് പോലീസിന് ലഭ്യമായ വിവരം. അത് കണ്ടെത്താൻ വേണ്ടി ആ ദൃശ്യങ്ങളൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. കാരണം ഈ പ്രതികൾ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ ഈ അശോക് ദാസിനെ മർദ്ദിക്കുന്നതും കെട്ടിയിടുന്നതുമായ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിൽ നിന്ന് വീണ്ടെടുക്കുമ്പോൾ ആ സംഭവ സ്ഥലത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, ഏത് രീതിയിലായിരുന്നു ആക്രമണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുള്ളത്, ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് അശോക് ദാസിന് പരിക്കേറ്റിരുന്നു. ആ പരിക്കിന്റെ ഭാഗമായി അശോക് ദാസിന്റെ രക്തം വാർന്നാണ് മരണം സംഭവിച്ചതെന്ന രീതിയിൽ മറ്റൊരു ഭാഷ്യം നാട്ടുകാരുടെ ഭാഗത്തുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരത്തിൽ രക്തം വാർന്ന് മരിക്കത്തക്ക രീതിയിലുള്ള മുറിവുകളൊന്നും തന്നെ അശോക് ദാസിന്റെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടില്ല. തലയ്ക്കും നെഞ്ചിനുമേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളുടെ അറസ്റ്റിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് നാളെയോ ആയിട്ട് കൂടുതൽ അറസ്റ്റും ഈ കേസിലുണ്ടാകും. ശരി ബിനിൽ.